ബഹുദൂരം അതിവേഗം താണ്ടാൻ ആ തീവണ്ടി വരുമോ? കാത്തിരിക്കാം. കേരളത്തിന് ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈനിനു പകരം പുതിയ അതിവേഗ റെയിൽപാത വരുന്നു. RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് കേരളത്തിന്റെ തെക്ക് വടക്ക് അതിവേഗ പാതയായി വരുന്നത്. അതിനിടെ തിരുവനന്തപുരം കണ്ണൂർ വേഗപ്പാതയുമായി മെട്രോമാൻ E. ശ്രീധരനും രംഗത്തുണ്ട്. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് E. ശ്രീധരൻ അവകാശപ്പെടുന്നു. അതിവേഗ പാത അനിവാര്യമാണെന്നതിൽ തർക്കമില്ല. പക്ഷേ പാതയെ ചൊല്ലി തർക്കമെന്ന നിലയിലേക്ക് ആ തർക്കം മാറാതിരുന്നാൽ മതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് താണ്ടാവുന്ന സിൽവർ ലൈൻ പ്രഖ്യാപനം ഒന്നാം പിണറായി സർക്കാരിൻ്റെതായിരുന്നു. സ്ഥലമുടമകളുടെ എതിർപ്പ് അവഗണിച്ച് നാടെമ്പാടും മഞ്ഞക്കുറ്റികൾ ഉയർന്നു. അന്ന് പ്രതിഷേധം കനത്തപ്പോഴും നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അക്കാലത്താണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം. വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിന് മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരളയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. സിൽവർ ലൈനിനെതിരെ പ്രതിഷേധവും എതിർപ്പും കൂടുതൽ ശക്തമായപ്പോഴും CPIM അതിവേഗ റെയിലിന് അനുകൂല നിലപാട് താത്വികമായി തുടർന്നു. ഓർമ്മയില്ലേ ആ വാക്കുകൾ? അപ്പവുമായിട്ട് ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ 2 അമ്മമാർ ആ അപ്പവുമായിട്ട് പുറപ്പെടുന്നു. രാവിലെ പുറപ്പെട്ടിട്ട് എവിടെയാണോ എത്തേണ്ടത്, ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് എത്തിയില്ലേ, അവിടെ എത്തി അപ്പവും വിറ്റ് തിരിച്ച് നേരെ വരികയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നു. തിരിച്ച് വന്നതിന് ശേഷം അവർക്ക് ഉച്ചഭക്ഷണം കഴിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ജഡ്ജിക്കും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും വക്കീലന്മാർക്കും മാത്രമേ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചത്. അത് ഞാൻ ബോധപൂർവം തന്നെയാണ് കുടുംബശ്രീയെ ഉദാഹരിച്ചത്. അത് തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ്. അന്ന് ജനങ്ങളുടെ എതിർപ്പ് ശക്തമായതോടെ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്ന റെയിൽവേ അതിൽ നിന്ന് പിന്മാറി. പിന്നാലെ സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ താൽക്കാലികമായി മരവിപ്പിച്ചു. ഇപ്പോഴിതാ പുതിയ അതിവേഗ പാത വരുന്നു. RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. എന്താണ് ഈ RRTS? മണിക്കൂറിൽ 160 മുതൽ 180 വരെ കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളാണ് RRTSൽ ഉണ്ടാവുക. സ്റ്റേഷനുകളുടെ എണ്ണം കുറവാകും. കുറഞ്ഞ ഇടവേളകളിൽ ട്രെയിൻ ഉണ്ടാകും. തുരങ്കപ്പാത, തൂണുകളിൽ ഉയർത്തിയ ആകാശ റെയിൽപാത എന്നിവ RRTSന്റെ സവിശേഷതയാണ്. ഇനി എങ്ങനെയാണ് RRTS നിർമ്മാണത്തിന് പണം എന്ന് നോക്കാം. പദ്ധതി ചെലവിൻ്റെ 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന നിലയിലാകും RRTS നടപ്പാക്കുക. ഇനി എപ്പോഴാണ് ഈ പദ്ധതി പൂർത്തിയാക്കുക എന്ന് നോക്കാം. 4 ഘട്ടമായാണ് RRTS പൂർത്തിയാക്കുക. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 284 കിലോമീറ്റർ. അടുത്ത വർഷം നിർമ്മാണം തുടങ്ങി 2033 പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കോഴിക്കോട് വരെയും, മൂന്നാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയും, നാലാം ഘട്ടം കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയും. 12 വർഷം കൊണ്ടാകും RRTS സമ്പൂർണ്ണമായി കേരളത്തിൽ നടപ്പാക്കുക. അവസാനമായി RRTS പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ നടത്തിയ ബജറ്റ് പ്രസംഗത്തിലെ പരാമർശങ്ങൾ കാണാം, കേൾക്കാം. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 1ാം ഘട്ടം, തൃശ്ശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിൻ്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.